നിങ്ങളുടെ VBS ഒക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഒരേ ഓർത്ത് കരങ്ങളായിട്ട് ദൈവത്തെ മാത്രം. കഴിഞ്ഞ ആഴ്ചയിൽ മനോഹരമായിട്ട് VBS ഒക്കെ അനുഗ്രഹപ്രദമായി ഇവിടെ വെച്ച് നടത്തി. അതിന്റെ ടീച്ചേഴ്സുമാർക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കായിട്ടും ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു കൈയടികൾ കൊടുത്തവർക്ക്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. നല്ല സാക്ഷ്യങ്ങളല്ലായിരുന്നോ? അനിലിനെ ഞാൻ പരിചയപ്പെടുന്നത് അനിലല്ലേ? അനിലുമായിട്ട് ഞാനിവിടെ കയറി വരുമ്പോൾ അനിലിനെ കണ്ടു. ഞാൻ ഓർത്ത് ഈ വത്തമോഹൻ ഞാൻ എവിടെയോ വെച്ച് വർഷങ്ങൾക്ക് എവിടെയോ മുമ്പ് വെച്ച് കണ്ടതാണല്ലോ. എന്നാലും അങ്ങോട്ട് എങ്ങനെയാണ് കയറി ചോദിക്കുന്നത്? ആകെ കൂടെ നരച്ചു പിടിച്ചിരിക്കും. അപ്പം ഞാൻ ചോദിച്ചാൽ ഇത് തന്നെയാണോ ആളോ? ഏതായാലും പിന്നെയും ചിരിച്ചുകൊണ്ടിരുന്നു എന്നോ. അപ്പം നമുക്ക് മനസ്സിലായി ഞാനൊരു 10-30 വർഷം മുമ്പ് കണ്ട അതേ അനിൽ തന്നെ. ഒരു വ്യത്യാസമൊന്നുമില്ല. ആള് നല്ല ചുടിചുടാൻ ഇരിപ്പുണ്ട്. കറുത്തന്ന് ആ മുടി മാത്രം ഒന്ന് നരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു കുഴപ്പമില്ലെന്ന്. അതിനായിട്ട് ദൈവത്തിൽ നന്ദി പറയുന്നു. ഇവിടെ ചങ്ങനാശ്ശേരിയിലായിരിക്കുന്നെന്ന് അറിഞ്ഞതിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴത്തേക്ക് സമയത്തോട്ട് വരിക. പറഞ്ഞായിരുന്നു ഇങ്ങനെ. ഞാനപ്പോൾ ഇപ്പോൾ എവിടെയാണ് പോകുന്നത് പറഞ്ഞ് ഞാനിങ്ങനെ വൈഫിൻ്റെ കൂടെ, വൈഫ് ഒരു മുസ്ലിമാണ്, പുള്ളിക്കാരത്തി വന്നില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. നമ്മളോട് കൂടെ ബന്ധമുള്ള ഒരു നല്ല സഹോദരൻ ഈ ചങ്ങനാശ്ശേരിയിലുണ്ട്. TPM സഭയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അത് ഞാൻ പറഞ്ഞ ഇടയ്ക്കൊക്കെ ഇവിടെ വരികയും ഇത് നമുക്ക് പരിചയപ്പെടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇടയാവുകയും നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനായിട്ട് നമുക്കിടയെ പ്രിയ സഹോദരിയിൽ നിന്നും നമുക്ക് നല്ല സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി. എത്ര അത്ഭുതകരമായിട്ടുള്ള വിടുതലിനെ പറ്റി കർത്താവ് എങ്ങനെ നടത്തിയെന്നുള്ളത്, രോഗസൗഖ്യം കൊടുത്ത് ഓരോ ദിവസവും വഴി നടത്തുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. പ്രിയ സഹോദരിക്കുള്ള നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യം ആ കുടുംബവും കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേവദാസൻ നമ്മുടെ ടോമിച്ചനും ഭാര്യയും രണ്ടുപേരും ഇവിടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. വർഷങ്ങൾക്ക് മുമ്പ് സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അനേകരെ സ്നാനപ്പെടുത്തുവാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നേക്ക് ദൈവവംശനുമായിട്ടുള്ള ബന്ധത്തിൽ ടോമിച്ചനും ജോലി എടുക്കുന്നു. ടോമിച്ചന് 2 വാക്ക് പറയാമല്ലോ. ഓടി വന്നേ. അതായത് മാതൃസഭയല്ലേ അത്. ടോമിച്ചൻ 2 മിനിറ്റ് കൊടുത്തില്ലെങ്കിൽ അത് ശരിയാക്കില്ല. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എൻ്റെ മാതൃസഭയെ കടന്നു വന്ന് ദൈവമക്കളോടുകൂടി എന്നെ സ്നാനപ്പെടുത്തി ദേവദാസനോടുകൂടി കർത്താവിനെ ആത്മാവിനെ ആരാധിക്കുവാനുള്ള കൃപ ലഭിച്ചു. കർത്താവിനെ നന്ദി പറയും. അത് സന്തോഷമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിചിതരായിട്ടുള്ള അനേകം മുഖങ്ങളുണ്ട്. പലരെന്നെ ഓർത്തിരിക്കുന്നു, പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമാണ്. ആത്മാവിലുള്ള കൂട്ടായ്മ അത് നിത്യജീവനിൽ ആരംഭിക്കുന്നതും നിത്യതയോടെ നിലനിൽക്കുന്നതുമാണ്. ഈ ലോകം അവസാനിച്ചാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കാത്തതാണ്. അതല്ല, പിതാവിൻ്റെ ഭവനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അവിടെ ആ പിതാവിൻ്റെ മക്കൾ എല്ലാവരും തുല്യരാണ്. ആ തുല്യതയിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന, അവസാനിക്കാത്ത, സമയമില്ലാത്ത ഒരു നിത്യജീവനിലേക്കാണ് കർത്താവ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ ബൈബിള് റോബിച്ചാൻ എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നതാണ്. (1999) ഞാൻ കൊടുത്ത ബൈബിളാണ്. ഇപ്പോഴും വലിയ അത്ഭുതം തന്നെ. 99 കൊടുത്ത എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5-10 മാറിക്കാണ്. എത്രയാണ് എനിക്ക് തന്നെ ഓർമ്മയില്ല. പക്ഷെ ടോമിച്ചനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അന്ന് ഞാൻ കൊടുത്ത, അന്ന് നിങ്ങൾ വിദേശത്ത് കൊടുക്കുന്നത് പുതിയ നിയമമാണ് കേട്ടോ. ഞാൻ സഭയിൽ കൊടുത്തുകൊണ്ടിരുന്ന ഫുൾ ബൈബിളാണ്. അതവിടെ സൂക്ഷിച്ചു വെച്ചു. ആ പേര് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് മുഴുവൻ എഴുതി വെച്ചിരിക്കുക. ഇനി ഇതിനകത്ത് നിറയാൻ സാധിക്കണമെന്നില്ല. വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഇത് ജീവിതാവസാനത്തോളം എന്നോട് കൂടി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വിലയേറിയ ഒരു മുത്തായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ പരമാവധി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ബൈൻഡിംഗ് ഒക്കെ പല ആവർത്തി ഞാൻ മാറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. സ്തോത്രം.
അപ്പോൾ എപ്പോഴും എൻ്റെ കൈവശം അനേകം ഇതിൻ്റെ തന്നെ അനേകം പ്രതികൾ എൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ മറ്റു ഭാഷകളിലൊക്കെ ഉള്ളതുണ്ട്. എങ്കിലും എൻ്റെ മാറോട് ചേർത്ത് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ബൈബിളാണ്. കാരണം ആദ്യമായിട്ട് വേദപുസ്തകം എനിക്ക് തന്നത് റോബിച്ചായനാണ്. എന്നോട് സുവിശേഷം പറഞ്ഞത് റെനിച്ചായനാണ്. എന്നെ സ്നാനപ്പെടുത്തിയത് റോബിച്ചായനാണ്. ഈ സഭയിലാണ് ഞാൻ 99 ആഗസ്റ്റ് 15 തൊട്ട് ആരാധിച്ചു വന്നിരുന്നത്. സ്തോത്രം. ആത്മീയമായിട്ട് അനേക തലങ്ങളിലൂടെ കർത്താവ് ഈ സഭയിൽ എന്നെ വളർത്തിക്കൊണ്ട് വന്നു. ചിലത് നിങ്ങൾക്കറിയാവുന്ന ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല. സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനുള്ള കൃപ ലഭിച്ചു. കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തിരുന്നു. VBS ഞങ്ങൾ നടത്തിയിരുന്നു. ആ കാലഘട്ടമൊക്കെ എന്താണ് പറയുന്നത്, എപ്പോഴും ആ വീട്ടിലേക്ക് വന്ന ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്ക് ഇപ്പോഴുള്ളത്. അല്ലെങ്കിൽ കർത്താവ് നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച ഒരുവരും ലജ്ജിക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടില്ല, ഇനിയൊക്കെ ഇടയാക്കുകയില്ല. ഇത് നമ്മുടെ അനിൽ സാർ നമ്മളോട് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ കർത്താവിനെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മധ്യസ്ഥനായിട്ടോ അല്ലെങ്കിൽ ഒരു ശക്തി കേന്ദ്രമായിട്ടോ ഒരു വ്യക്തിയായിട്ടോ കണ്ടുപോകുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇന്ന് പറഞ്ഞപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഞെട്ടി എന്ന് ഞാൻ പറയുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അവള് യേശു എൻ്റെ കർത്താവും ദൈവവുമാകുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് വന്നതെന്നുള്ളത്. പക്ഷെ ആ ഒരു റെവലേഷൻ, ആ ഒരു വെളിപ്പാട് നിങ്ങൾ ഓരോരുത്തരും പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വലിയതെന്തോ ഒന്ന് ഇതുവരെ പ്രാപിച്ചിട്ടില്ല. യേശു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാകുന്നു. ഇതാണ് പറഞ്ഞത്. ബൈബിളിൽ ഒരാളങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? ആരാ? എൻ്റെ പേരുകാരനാ, തോമ. അല്ലല്ല, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് കർത്താവിൻ്റെ ഉദ്യുതനായ കർത്താവിൻ്റെ വിലാപ്പുറത്ത് തൊട്ടുകൊണ്ട് തോമ ഏറ്റു പറഞ്ഞു. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ വേദപുസ്തകം ചില അറിവിൻ്റെ പുസ്തകങ്ങളായിട്ട് നിൽക്കും. അല്ലെ ആവശ്യ നേരത്തെ കുറച്ച് സമാധാനം ലഭിക്കാൻ ഏതെങ്കിലും വാക്യം വായിക്കാൻ സാധിക്കും. അതിനപ്പുറമായി കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ തിരുവഴുത്തുകൾ മുഴുവൻ ശോധന ചെയ്യും. ഇത് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നു എന്നാണ് ലഘുതമായിട്ട് കർത്താവ് പറഞ്ഞത്. പക്ഷേ ജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നില്ല എന്നാണ് കർത്താവ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത്. അപ്പൊ കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ ജീവൻ പ്രാപിച്ച് കർത്താവിൻ്റെ ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതം നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ധനം കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും കഴിവിനാലോ ജീവിക്കുന്നെങ്കിൽ അതിൽ കർത്താവിന് പ്രസാദമില്ലേ ഇല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളിൽ വന്ന് നിങ്ങളിൽ ജീവിച്ച് നിങ്ങളിലൂടെ ലോകത്തിന് വെളിപ്പെടണം, നിങ്ങളിലൂടെ എൻ്റെ പ്രവൃത്തി ലോകം അറിയുവാനും അനുഭവിക്കുവാനും അങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമെന്നുള്ളതാണ്. ഇതാണ് ഏതൊരു ക്രൈസ്തവന്റെ പരമമായ ധർമ്മം. നമ്മളെ ഈ ഭൂമിയിൽ കർത്താവ് നിർത്തിയിരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനല്ല, നമ്മുടെ എന്തെങ്കിലും ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമല്ല, മറിച്ച് നിത്യജീവന്റെ മൊഴികൾ സത്യസുവിശേഷം ഈ നശിച്ചു പോകുന്ന ലോകത്തിന് പങ്കിടുവാനും ക്രിസ്തുവിലേക്ക് അനേകം ആത്മാക്കളെ നേടുവാനും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഓർപ്പിച്ചതുപോലെ ദൈവരാജ്യം മുമ്പേ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നതാണ് ബാക്കി സകലതും കൂട്ടിച്ചേർക്കപ്പെടുന്നു. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നിങ്ങൾക്ക് തക്ക സമയത്ത് തക്ക അളവിൽ കർത്താവ് നൽകി തരുമെന്നുള്ളത് അവിടുത്തെ വിശ്വസ്തതയാണ്. അനുഭവിച്ചറിഞ്ഞ സ്തോത്രം പറയാം. നമ്മൾ വിശ്വസ്തരായ ഒരു കർത്താവിനെയാണ് സേവിക്കുന്നത്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. വാഗ്ദത്തങ്ങൾ നൽകുന്ന അനേകരെ നമ്മൾ ലോകത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ വിശ്വസ്തതയോടെ ആ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ നേരത്തെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവനെ ഉയർത്തുന്നതിൽ എനിക്ക് അതുകൊണ്ട് യാതൊരു ലജ്ജയുമില്ല. ഹല്ലേലൂയ. അവനാൽ ഞാൻ ഇന്നും കൃപയിൽ നിൽക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സമയം അനുവദിച്ച ദൈവദാസന് നല്ല സാക്ഷ്യങ്ങൾ. ഇനി നമുക്ക്
കുറച്ച് സമയം 10-15 മിനിറ്റ് ദൈവവചനം ധ്യാനിച്ചിട്ട് നമുക്ക് പിരിയാം. ഇനി അല്പസമയം ഒരു 15 മിനിറ്റ് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മഹനീം കേട്ടിട്ടുണ്ടോ? അങ്ങനെ സ്ഥലം കേട്ടിട്ടുണ്ടോ? മഹനീം കേട്ടിട്ടുണ്ടോ? എവിടെയാ മഹനീയം? എവിടെയാ? ബാബിലോണിലാണ്. എന്താ ഞാൻ നിങ്ങളോട് പറയാനേ? ഇനി ഞാൻ പറയുന്ന മഹനീം ഇൻ ക്രൈസ്റ്റ്. അപ്പം നമുക്ക് ക്രിസ്തുവിന് നമ്മൾ ദൈവമക്കളാണല്ലോ, പുതിയ നിയമ വിശ്വാസികളായതുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നതെല്ലാം ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ്. മഹനീം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് മഹനീം എന്നുള്ളത്. അത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മഹനീം. എല്ലാ ആഴ്ചയിലും ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിൽ എന്നുള്ളതാണല്ലോ, അതാണല്ലോ നമ്മൾ സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നിങ്ങളൊരു 15 മിനിറ്റ് സമയം ക്രിസ്തുവിൽ എന്തോ പഠിക്കുക. അത് പഠിച്ചിട്ട് വേണം ഈ ഗേറ്റിന്റെ പുറത്തോട്ട് പോകാൻ. അത് എല്ലാ ആഴ്ചയിലും ഓരോ വചനം കേൾക്കും. ഇന്ന് കേൾക്കുന്ന വചനവും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അത് പ്രാവർത്തികമാക്കി തീർക്കുക. എന്താണ് ഞാൻ പറയുന്നത്? മഹനീം ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പഴയ നിയമത്തിലെ ഒരു സ്ഥലമാണിത്. ഞാൻ പറഞ്ഞത് ഈ സ്ഥലം യാക്കോബ് കൊടുത്ത ഒരു പേര്, സ്ഥലത്തിന് കൊടുത്ത പേരാണ് മഹനീം എന്നുള്ളത്. യാക്കോബ് ഒരു സ്ഥലത്തിന് കൊടുത്ത പേരാ. എപ്പോഴാണ് യാക്കോബ് ഈ സ്ഥലത്തിന് മഹനീം എന്നുള്ള പേര് കൊടുത്തത്? മഹനീം എന്നുള്ള പേര് കൊടുത്തത് അവിടെ 2 ഗ്രൂപ്പ്, അവിടെ സ്വർഗീയ ദൂതഗണങ്ങൾ ഇവന്റെ മുൻപാകെ ഇറങ്ങി വന്നപ്പോൾ ആ യാക്കോബ് കൊടുത്ത സ്ഥലത്തിന്റെ പേരാണ് മഹനീം. അയ്യോ, ഇത് ദൈവത്തിന്റെ മഹനീയം എന്നവർ പേര് കൊടുത്തു. ദൈവത്തിന്റെ ദൂതഗണങ്ങൾ ഇറങ്ങി വന്ന സ്ഥലം. ഇനി യാക്കോബിന്റെ ജീവിതം നമുക്കറിയാം. ഇവിടെ വളരെ മനോഹരമായിട്ട് എനിക്ക് ആദ്യത്തെ സാക്ഷ്യം, നമ്മുടെ അനുവിന്റെ സാക്ഷ്യം അവിടെ വന്ന് പറഞ്ഞത്, അത് കുറച്ചുകൂടെ മനോഹരമായിട്ട് നമ്മുടെ ടോമിഷൻ അത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇന്ന് അവർക്ക് ദൈവവുമായിട്ട് ഒരു കൺഫ്രണ്ടേഷൻ അല്ലെ. പലരും അവൾ പറഞ്ഞ് എൻ്റെ അമ്മയുടെ ദൈവത്തെ എനിക്കറിയാം. അവൾ പറഞ്ഞ മനസ്സിലായി. ഇന്ന് പലരും അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന പിള്ളേരായിരുന്നാലും പല ആൾക്കാരും അവർ പറയുന്ന ആരൊക്കെയോ വിളിച്ച് വന്നവരുന്നു. കുറേയൊക്കെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ചിലപ്പം എൻ്റെ ഭാര്യ പോകുന്നു, ഭർത്താവ് പോകുന്നു, ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ അവള് പറഞ്ഞ അങ്ങനെ ഞാനും അരുണും ഒക്കെ എൻ്റെ അമ്മയുടെ ദൈവത്തിന്റെ പുറകെയാണ് എന്നാ പറഞ്ഞത്. പക്ഷെ ഇന്ന് അവള് പറയുക അമ്മയുടെ ദൈവമല്ല, എൻ്റെ ദൈവമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവവിളി. മറ്റൊന്ന് പറഞ്ഞാൽ ചുമ്മാ വരുന്നു, പിന്നെ പേടിച്ച് അവിടെ ഇരിക്കുന്നു, കുറെ വചനം കേൾക്കുന്നു. നമ്മൾ എത്ര പറഞ്ഞാലും ഈ പിള്ളേർ അനുസരിക്കത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? അവരെ ആ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല. അവര് മാതാപിതാക്കന്മാരിങ്ങനെ വരുന്നത് കൊണ്ട് വരുന്നു. പിള്ളേർ ചെറുപ്പക്കാരൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നു, കുറെ അവിടെ ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു. നമ്മൾ ഓർക്കും, ഇങ്ങനെ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. എന്നാന്നറിയോ? അവർ സംഭവം അറിഞ്ഞിട്ടില്ല. ഇവിടെ എത്ര വർഷമായി ഇവിടെ വരുന്നത്, ഇവിടെ കുഞ്ഞുനാള് മുതൽ ഇവിടെ വന്നതാണ്. പക്ഷെ ഇന്ന് അവൾ പറഞ്ഞ സാക്ഷ്യം വ്യത്യസ്തമാണ്. ഇത്രയും കാലം പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നും അവൾ ഈ പാട്ട് പാടിയിട്ടുണ്ട്, പാട്ട് പാടുന്ന പിടിക്കുക, അവരവിടെ ഡ്രം അടിക്കുന്നുണ്ട്, അവരെല്ലാം ചെയ്യുന്നുണ്ട്. ഇവര് പിള്ളേരെല്ലാം പണിയും ചെയ്യുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് അവൾ പറഞ്ഞ സാക്ഷ്യമാണ്, ഞാൻ എൻ്റെ ദൈവത്തെ ഇന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അനിൽ ഇന്ന് പറഞ്ഞ സാക്ഷ്യം വളരെ നല്ല സാക്ഷ്യം പറയാണ്. ഞാനിങ്ങനെ പെന്തക്കോസ്റ്റിൽ ജനിച്ചു. ഞാൻ ആദ്യം അത് കേൾക്കുന്നു. പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു, അവസാനം ദൈവവുമായിട്ട് ഒരു തീരുമാനത്തിലെത്തി. അത് എന്നെ വളരെ ചിന്തിപ്പിച്ചത് ഈ പരിപാടിയൊക്കെ നിർത്തുകയാണ്. ദൈവമായിട്ട് എടുത്ത തീരുമാനം അതാ. പെന്തക്കോസ്റ്റിൽ ജനിച്ച ഒരാള്, ഞാനത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഞാനൊക്കെ എന്ന് പറഞ്ഞാല് അതെ കത്തോലിക്കകത്തുനിന്ന് കയറി വന്നതാണ്. പക്ഷെ പെന്തക്കോസ്റ്റിലുള്ള ഒരു മകൻ, അപ്പനും അമ്മയും ഒക്കെ പെന്തക്കോസ്റ്റിൽ നിന്ന് വളർന്നു വന്നു. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളൊക്കെ വളരെ കർക്കശമാണ്. അവിടെ പഠിച്ചു വന്ന മകൻ ഒരു സമയമായപ്പോൾ തീരുമാനമെടുത്തു, ഞാൻ പറയുന്ന അനുസരിച്ച് എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ നടത്തുന്നത്, എന്തിനെനിക്ക് ഈ കഷ്ടപ്പാട്? ഇവിടെ വെച്ച് നമുക്കത് പിരിയാം. ഒന്നുകിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. കണ്ടോ ആ ഒരു തീരുമാനം? എന്തുകൊണ്ടാണ്? പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്നത് കൊണ്ട് ക്രിസ്ത്യാനിയാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് നമ്മുടെ അടിസ്ഥാന പഠന പദ്ധതി പഠിക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്നത് കൊണ്ട് നീ ക്രിസ്ത്യാനിയാവുന്നില്ല. ഈ യേശു ക്രിസ്തുവിനെ എന്റെ കർത്താവും എന്റെ രക്ഷകനും എന്ന് നിന്റെ അധരം കൊണ്ട് നീ പറഞ്ഞ് ഹൃദയം കൊണ്ട് നീ വാസ്തവമായി വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അതാ ദൈവത്തിന്റെ പ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രമാണം വ്യക്തിപരമായിട്ടുള്ളതാണ്. ക്രിസ്തുവിനെ കർത്താവെന്ന്
എൻ്റെ അധരം കൊണ്ട് ഞാൻ ഏറ്റുപറയുക. അത് നല്ല സുബോധത്തോടെ. മാത്രമല്ല, ഈ ദൈവം എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുക. അങ്ങനെയുള്ള ഒരാളെ രക്ഷിക്കപ്പെടുന്ന പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊരു ഭയങ്കര സാക്ഷികളാണ് ഇന്ന് നാം കേൾക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ സാക്ഷ്യവും ഇനി പറയാൻ പോകുന്ന വചനവും അത് തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര അനുഗ്രഹമാണെന്നുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് യാക്കോബിനെ പറ്റിയാണ്. ഹെഡിങ് നിങ്ങൾ മറക്കരുത്. എന്താണ്? മഹനി ഇൻ ക്രൈസ്റ്റ്. നമുക്ക് യാക്കോബുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ യാക്കോബായി മഹനീം എന്നുള്ള പേരിട്ടത് ആ സ്ഥലത്തിന്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദ്ധരണി എടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 32:1-2 വാക്യം. യാക്കോബ് തന്റെ വഴിക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനീം എന്ന് പേരിട്ടു. കണ്ടോ? യാക്കോബ് ഇപ്പൊ ഓർക്കണം, 20 വർഷം, എല്ലാവരും ശ്രദ്ധിച്ചോണേ, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഏശാവും യാക്കോബും കിടക്കുമ്പം അതെ ആ ഇളവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ ചേട്ടനെ പേടിച്ച് ഇസഹാക്കിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അവിടെ നിന്ന് ഇന്ന് തന്നെ പോയിക്കണം. ചേട്ടൻ പറഞ്ഞു, അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. എന്റെ അനുഗ്രഹങ്ങളെല്ലാം അവൻ കളിപ്പിച്ചു മേടിച്ചവനാ. അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പം അവൻ പേടിച്ചിട്ട് ഓടി. അവന്റെ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ അവൻ പോയി താമസിക്കാനായിട്ട് ഓടുക. രാത്രിയിൽ ഓടി. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടതാ. ഓടി ചെന്ന് രാത്രിയിൽ ഇവൻ പോയിട്ട് മരുഭൂമിയുടെ നടുവിൽ പോയി കടന്ന് ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കടന്ന് രാത്രിയിൽ ആ കല്ലെടുത്ത് തലയണയിൽ വെച്ച് കട്ടപ്പാടിന്റെ സമയം രാത്രിയിൽ ഒരു ദർശനം കണ്ടു. അവൻ കണ്ട ദർശനം നമുക്കറിയാം. എന്താണെന്നറിയാം അവൻ കണ്ട ദർശനം? അവൻ കണ്ടത് ഉൽപ്പത്തി 28:12. അവൻ സ്വപ്നം കണ്ട്, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അപ്പൊ മഹനീമിൽ വെച്ച് തന്നെയല്ല ആദ്യമേ 12-ാം അധ്യായത്തിൽ, നേരത്തെ നമ്മൾ വായിച്ച 32-ാം അധ്യായമാണ്. എന്നാൽ 12-ാം അധ്യായത്തിൽ വെച്ച് തന്നെ ഇവൻ ഈ ദർശനം കണ്ടതാ. സ്വർഗീയ ദർശനം കണ്ടതായി. ദൂതന്മാർ കയറി ഇറങ്ങുന്നത് ഇത് കണ്ടിട്ട് അവൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ അത് വാതിലല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഈ ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ ഈ സ്ഥലം ഒരു ആലയമായി തീരും, ഇത് ദൈവത്തിന്റെ കവാടമെന്നൊക്കെ വാഗ്ദത്തം ചെയ്തിട്ട് ഇവന്റെ ആ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിലോട്ട് ഇവൻ കടന്നു പോവുക. ലാബാന്റെ വീട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവന്റെ അവസ്ഥയൊക്കെ മാറി. ഇവനൊരു ചില കുറുക്കടാണല്ലോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ പെണ്ണിനെ റാഹേലിനെ സുന്ദരിയായതുകൊണ്ട് അതിനെ കല്യാണം കഴിക്കുന്നതിൻ്റെ പേര്. പക്ഷെങ്കിൽ ഇവനേക്കാളും വക്രനായിരുന്നു. വക്രനെ എവിടെ ചെന്നാലും വക്രനെ കിട്ടത്തുള്ളൂ. എങ്ങനെയുള്ളതിനെ കിട്ടി? ലാബാൻ മഹാവക്രനായിരുന്നു. അവൻ എന്ത് ചെയ്തു? ലേയെ കൊടുത്തു. ലേ എന്ന് പറയുന്നത് സൗന്ദര്യമില്ലാത്ത പെണ്ണായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരനുസരിച്ച് ഇങ്ങനെ തരത്തുള്ളൂ. രണ്ടാമത്തെ പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ ഇനി ഒരു 7 വർഷം കൂടെ ജോലി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 7 കൊല്ലം കൂടെ ജോലി എടുത്ത് 7 14. 14-ാമത്തെ വർഷം അവന് റാഹേലിനെ കൊടുത്തു. അതിനുശേഷം അവരുടെ വെപ്പാട്ടികളെ കൊടുത്തു. കുറെ മക്കൾ അവിടെ വെച്ചുണ്ടായി. അതിനെല്ലാം ശേഷം പിന്നെ ഒരു 6 കൊല്ലം. അപ്പൊ എത്രയായി? വർഷം എത്ര കഴിഞ്ഞു? ഏതാണ്ട് 20 കൊല്ലം അവിടെ പാർത്തു. ദൈവമേ എന്നൊരു വിളി ഇവൻ വിളിച്ചിട്ടില്ലെന്നുള്ള എബ്രാഹത്തിന്റെ ഇസ്ഹാക്കിന്റെയും മകന ദൈവം പ്രത്യക്ഷപ്പെട്ടവനാ, സ്വർഗം കാണിച്ചു കൊടുത്തവനാ. പക്ഷെങ്കിൽ പിന്നെ അവന് എന്ത് വിളിച്ചിട്ടില്ല? ദൈവമേ എന്നൊരു വിളി. എന്തുകൊണ്ടാ? ലോകപ്രകാരമുള്ള നടപ്പാൻ. ലോകപ്രകാരം നടന്ന് 20 കൊല്ലം കഴിഞ്ഞപ്പോ അവിടെ അവൻ പറഞ്ഞ എന്നാന്നറിയോ? ഈ ലാബാൻ മഹാവക്രനല്ലേ, 10 പ്രാവശ്യമാണ് നിങ്ങളുടെ അപ്പൻ എന്നെ എന്ത് ചെയ്തത്? വഞ്ചിച്ചത്. എൻ്റെ സ്വത്തെല്ലാം എടുത്തത്. ഇവൻ കടന്ന് കരയുക. അപ്പോഴത്തേക്കും അന്ന് 20 കൊല്ലത്തിന് ശേഷം ദൈവം നമ്മുടെ അനുവിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ, അനിലിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ പ്രത്യക്ഷപ്പെട്ടു. എത്ര വർഷം കഴിഞ്ഞു? 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ആ 20 വർഷക്കാലം ഇവന് ദൈവവുമായി ഒരു ബന്ധവുമില്ല. അവൻ ഒറ്റ ബന്ധമേ ഉള്ളൂ. ആരുമായിട്ടാ? പെൺപിള്ളേരെ കല്യാണം കഴിക്കണം, കുറെ കാശുണ്ടാക്കണം, ലോകചിന്ത. ദൈവവുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആരുമായിട്ടാ ബന്ധം? ഇവിടെ പറഞ്ഞല്ലോ, ലോകവുമായിട്ടാണോ അതോ നിങ്ങളെ വിളിച്ച യേശുവുമായിട്ടാണോ?
വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ വെച്ച് പോകുന്നവനല്ല. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാം? അന്ന് രാത്രി ലാബാന്റെ വീട്ടിൽ വെച്ച് ഈ ഭാര്യമാരോട് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് പോകാം. പിള്ളേരായി എത്ര? 11 പിള്ളേർ, ആൺപിള്ളേർ. 11 പിള്ളേരെയും കൂട്ടി ഒരു പെങ്കുച്ചിനെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോകാം. ഇവള് ഗർഭിണിയെ, അല്ല റാഹേൽ അവസാനത്തെ കൊച്ച് ഗർഭിണിയെ, ഉള്ളിൽ ബെഞ്ചമിൻ കിടപ്പുണ്ട്. പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ്, നിന്റെ അപ്പൻ ഞങ്ങളെ 10 പ്രാവശ്യം എനിക്ക് എൻ്റെ ഒന്നുമില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് അധികം സമയമൊന്നും വേണം. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ സമ്പത്തുണ്ടല്ലോ, നീ ഇവിടെ നിൽക്കേ, ഒരു അത്ഭുതം ഞാൻ കാണിച്ചു തരാം. എന്നാൽ വരയുള്ളതും പുള്ളിയുള്ളതും ലാബാൻ പറഞ്ഞു എല്ലാം നിനക്കാവും, ബാക്കിയെല്ലാം ഞാൻ എടുത്തോളാം. കാരണം ലാബാനോടുകൂടി വാക്തർക്കമായപ്പം ദൈവം പറഞ്ഞു, നീ ഭാരപ്പെടണ്ട, ഇനി അതിനുള്ള ട്രിക്കെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ ആടുമാടുകളെല്ലാം പ്രസവിക്കുന്നത് വരയുള്ളതും പുള്ളിയുള്ളതും. ഒരല്പസമയം കൊണ്ട് 20 കൊല്ലം നഷ്ടപ്പെട്ടത് ദൈവത്തിന് കൊടുക്കാൻ സെക്കൻഡ് നേരം മതി. അത് യാക്കോബ് മഹാധനാഢ്യൻ. കുറഞ്ഞ സമയം കൊണ്ട് അവന് ലോകത്തിന്റെ കാശല്ലേ, ദൈവത്തിന് കൊടുക്കാൻ എന്നാ നേരം വേണം? വരയുള്ളതും പുള്ളിയുള്ളതുമായ ആടുമാടുകൾ ഇവർ പ്രസവിച്ചു. ഇവൻ മഹാധനാഢ്യനായി. മഹാധനം 2 കൂട്ടം, അതുപോലെ തന്നെ ആടുമാടുകൾ, അതുപോലെ തന്നെ വലിയൊരു ജനവുമായി ഇവൻ രാത്രിക്ക് രാത്രി ദൈവം പറഞ്ഞു, നിന്റെ അപ്പന്റെ ദൈവമാണ്, നിന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ പറഞ്ഞു. ഭാര്യ വീട്ടിൽ നിന്ന് എല്ലാം സംഭരിച്ച് യാക്കോബും കൂട്ടവുമായി യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ ഇവന് പേടിയ. എന്താണെന്നറിയോ? പേടിക്കാൻ കാരണം ഒന്നാമത്തെ പേടി ഇവന്റെ ചേട്ടനെ എന്ത് പറഞ്ഞാ വന്നത്? ചേട്ടൻ പറഞ്ഞു ഇവനെ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞോണ്ട് അവൻ അവിടെ ഇറങ്ങി വന്നു. അവസാനം അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേട്ടനെ പേടിച്ച് തന്നെ പോകുന്ന വഴിക്കെല്ലാം ജാതിക, അതും പ്രശ്നം. അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ജാതീയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതിന്റെ ഇടയിൽ ലാബാൻ പുറകെ ഒന്ന് ഓർത്തോണേ. ഈ ലാബാൻ പുറകെ വരാനുള്ള കാരണം എന്നറിയാം? അവിടുന്ന് ബൈബിൾ പറഞ്ഞു വന്ന പുള്ളി ഈ ലാബാനും കൂട്ടരും ഇവനെ പിടിക്കാൻ വരിക. കാരണം ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ചോ. എന്താണെന്നറിയാം? ഇവൻ അവിടെ 20 കൊല്ലം ഉള്ളപ്പം ഒറ്റ പ്രാവശ്യം പോലും, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവാ. യാക്കോബ് ദൈവം പ്രത്യക്ഷനായവൻ 20 കൊല്ലമായിട്ട് അവന്റെ ഭാര്യമാരോടോ മക്കളോടോ യഹോവയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ആർക്ക് പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. ചോദ്യം എന്താണെന്നറിയോ? നിന്റെ മക്കളോട് നീ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ടോ? നിന്റെ മക്കളോട് നീ യേശുവിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ വളർത്ത് വെറുതെ ആയി പോകും. 20 കൊല്ലം പറഞ്ഞില്ല. കാര്യം എന്താ? റാഹേല് പുലബിംബം എടുത്തോണ്ട് പോകും. അപ്പൊ 20 വർഷമായിട്ട് റാഹേലിന്റെ പുലബിംബം ഒഴിക്കുക, ഒട്ടകത്തിന്റെ താഴെ വെച്ചിരിക്കുക. ഇവർക്ക് ഗർഭിണി ആയതുകൊണ്ട് അപ്പൻ വന്ന് ചോദിച്ചു, എന്റെ പുലബിംബം കൊണ്ടാ പോകുന്നത്. ഇനി നിങ്ങൾക്കറിയാമോ, ഈ പെണ്ണുങ്ങൾ ഒരെണ്ണം യഹോവയെ അറിയത്തില്ല, മക്കൾക്കും അറിയത്തില്ല. ഇവര് കുണുക്കിട്ടിരിക്കുക ഓരോ ദൈവങ്ങളും. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. പണ്ട് കാലത്തെ ക്രിസ്തീയ കുടുംബങ്ങളിൽ കുണുക്കുണ്ടായിരുന്നു. മുസ്ലിമുകൾക്ക് ഇങ്ങനെ 100 കണക്ക് കുണുക്കിങ്ങനെ കിട്ടും. എന്താണെന്നറിയാം? ഓരോ ദൈവങ്ങളുടെ കുണുക്കലൊക്കെ അവരുടെ ദൈവങ്ങൾ. ഇപ്പൊ പറയാം ശിവൻ, അല്ലെ പാർവതി, അല്ലെങ്കിൽ ഇങ്ങനെ കുണുക്ക്. ഓരോരുത്തർക്കും ഓരോ കുണുക്കുണ്ട്. നമ്മുടെ കത്തോലിക്കർക്കും ഉണ്ടല്ലോ ശിവലിംഗം. കല്യാണം കഴിക്കുമ്പോൾ അച്ഛനിട്ട് കൊടുക്കുന്നു. ഇന്ത്യയുടെ ശിവലിംഗം ഇട്ട് കൊടുക്കും. അതിന്റെ നടുക്കൊരു കുരിശു. അത് ഏതെല്ലാം സഭകൾ ചെയ്യുന്നറിയത്തില്ല. ഞങ്ങളുടെ കത്തോലിക്കകത്തുണ്ട് ശിവലിംഗം ഇപ്പോഴും കൊടുത്തുകൊണ്ടായിരിക്കും. എന്റെ കുഞ്ഞെ അവരെ യോജിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഇതുവരെ ബോധമായിട്ടില്ലെന്നുള്ള. അപ്പൊ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുമായിട്ട് ഇതിന് പോകും. ആ അമ്മായിപ്പൻ പുറകെ വന്നു. എന്തിനാ പുറകോട്ട് വന്നിട്ട് പറയുക, എന്റെ ദൈവങ്ങളെ കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ഒന്ന് ഓർത്ത് നോക്കി. അവസാനം എല്ലാം തപ്പി പിടിച്ച് നോക്കി. ഇതിനു മുമ്പേ ഇവനൊരു കാര്യം ചെയ്തു. ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ കുലദൈവങ്ങളെ എല്ലാം കുഴിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? കാതയിലും കഴുത്തേലും എല്ലാം ആ വിഗ്രഹങ്ങളെല്ലാം ദൈവങ്ങളുടെ എല്ലാം കരിവേലകത്തിന്റെ ചവിട്ടിൽ എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. അപ്പൊ അത് കാരണം ഇനിയിപ്പോ പെന്തക്കോസ്തുകാരെല്ലാം ഇതങ്ങ് അഴിക്കുക. അതിന്റെ ആവശ്യമില്ല. അത് അന്ന് പഴയ നിയമത്തിൽ ചെയ്തതാ. പുതിയ നിയമത്തിൽ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാൽ
നമ്മൾ സാക്ഷരത അവർക്കുള്ളതാണ്. അവർ കനാൻ ദേശത്ത് പ്രവേശിക്കുന്നത് വരെ ദൈവം അടിവെച്ച് മേടിച്ചു കൊടുത്തതാ. ആദ്യം നിങ്ങളുടെ പുരുഷന്മാരും പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പെമക്കളും സ്വർണവും വെള്ളിയും ഒക്കെ കാതലും കഴുതലും ഇട്ടണം പറഞ്ഞ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്നു. ഇതൊക്കെ ചരിത്രം നമുക്കറിയാം. ഇവിടെ ഇപ്പൊ സംഭവിച്ചത് കരുവേലയത്തിന്റെ ചവിട്ടി കുഴിച്ചിട്ട് അവിടുന്ന് പോരുന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്താ ഞാൻ ഈ പറഞ്ഞത് സാർ, അവർ കുലദൈവങ്ങളെയും കൊണ്ടാ വന്നത്. പക്ഷെ റാഹേലിന്റെ കയ്യിൽ അപ്പോഴും ഉണ്ട് അപ്പനെ കാണിക്കാത്ത കുലദൈവം. അവിടെ ഒട്ടകത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ട്, അതിന്റെ പുറത്ത് കയറിയിരുന്നോളാം. എന്താ അങ്ങോട്ട് പോയിക്ക് പോകുന്നില്ല. റാഹേൽ മരിച്ചുപോയി കേട്ടോ. ആ പ്രസവത്തോടു കൂടി തന്നെ രാഹേൽ എന്ത് ചെയ്തു? അപ്പൊ റാഹേലിന്റെ കുഞ്ഞ് ബെഞ്ചമിൻ മാത്രമേ പരദേശത്ത് കിടന്ന് ജനിക്കാതുള്ളൂ. ഒറ്റ വ്യക്തി മാത്രമേ എവിടെ ജനിച്ചുള്ളൂ? കനാൻ ദേശത്ത് ജനിച്ചുള്ളൂ. കനാൻ ദേശത്ത് വെച്ച് ബെഞ്ചമിൻ ജനിക്കുന്നതും ഇവള് മരിക്കുന്നതും ഒരുപോലെ. അമ്മ പേര് കൊടുത്ത് ബെനോനി. പക്ഷെങ്കില് അവരുടെ അപ്പൻ എന്ത് കൊടുത്തു? ബെഞ്ചമിൻ എന്ന് പേര് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലത്തുഭാഗം. മറ്റത് പറഞ്ഞോ ദുഃഖപുത്രൻ എന്നാണ് അവളിട്ടത്. പക്ഷെങ്കില് ബെഞ്ചമിൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ റൈറ്റ് ഹാൻഡ് എന്നുള്ള പേര് അപ്പനിട്ട് കൊടുത്ത പേരാണ്. ഏതായാലും ലാബാനോട് ദൈവം പറഞ്ഞു, അവനോട് നല്ലതാകട്ടെ തീയതാകട്ടെ ഒന്നും പറഞ്ഞു പോരുന്നു. അത് കാരണം ലാഭം പിന്നെ വഴക്കിലൊന്നും പോയില്ല, സ്നേഹസന്ധിയായി മടങ്ങിപ്പോയി. എന്നാൽ ജാതികളുടെ ദേശത്തൂടെ വേണം അപ്പന്റെ വീട്ടിലേക്ക് പോകാൻ. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇവരൊരു പേടി. ആരെയാ പേടിക്കുന്നത്? ചേട്ടന് പറഞ്ഞ് ഇവനെ കൊല്ലുന്നാ പറഞ്ഞ്. പക്ഷെ ദൈവം പറഞ്ഞു പേടിക്കണ്ട. രണ്ട് വലിയ കൂട്ടം സൈന്യത്തെ കാണിച്ചു കൊടുത്തു. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അവൻ ആ സ്ഥലത്തിന് മഹനീം എന്ന് പേരിട്ടു. അപ്പൊ അതിന്റെ ആ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കരം ഉയർത്തിയോട് അല്ലേ പറഞ്ഞ്. എന്താ ഞാനിത് പറഞ്ഞു വരുന്നത്? നമ്മളുമായിട്ട് എന്നാ ബന്ധം? നമുക്കും ഉണ്ടെന്ന് ഇങ്ങനത്തെ ചില സംഭവങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ. ഇപ്പൊ നീ വീട് ഇട്ടേച്ച് ഇങ്ങോട്ട് പോകുന്നു, അവിടെ ആരാ കാക്കാൻ? പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നു. ഒരാൾ വന്ന് നെഞ്ചിലോട്ട് ബലാപ്പുറത്തോട്ട് കൊട്ടിയില്ലേ? ആരാ? ദൈവത്തിന്റെ ദൂതന. പുതിയ നിയമത്തിൽ ദൈവ ദൂതഗണങ്ങളുടെ വലിയ ഒരു ശുശ്രൂഷയുണ്ട്. നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ എന്നെ അടുക്കും. അത് നമ്മുടെ ഗതികേട് അനുഭവിക്കാത്തത്. നമ്മളിത് അനുഭവിക്കണമെങ്കിൽ കാഴ്ച ഈ ദൂതൻ എന്ത് ചെയ്യാൻ നോക്കി തപ്പി നടക്കില്ല. വിശ്വാസികൾ എന്ന് പറയുന്നത് we are not living by sight, we are living by faith. വിശ്വാസത്താലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ചുറ്റും ആരുണ്ട്? എപ്പോഴും ദൈവം തന്റെ ദൂതഗണങ്ങളാൽ കാവൽ ചെയ്യും. നമ്മുടെ മക്കളെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഭവനം എല്ലാം കാക്കുവാൻ ദൈവം ഒറ്റ ദൂതനുണ്ടെങ്കിൽ അരാമിയ പടയിലേക്ക് കയറി ചെന്ന് എത്ര പേരെയാ കൊന്നത്? 1,85,000 പേര്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റും സേവാത്മാക്കളുണ്ട്. നമുക്കൊന്ന് വായിക്കാം. അത് ഉൽപ്പത്തി പുസ്തകം എബ്രായ ലേഖനം 12:22. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. കേട്ടോ, ഒരു വാക്ക് കേട്ടോ. പുതിയ നിയമത്തിൽ പറയുക, അനേകായിരം ദൂതഗണങ്ങളുടെ സർവ്വസംഘത്തിനും, സ്വർഗത്തിൽ പേരിലിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കൂടെ എപ്പോഴും ആരുണ്ട്? പിടികിട്ടുന്നില്ല. 1000കണക്കിന് ദൂതഗണങ്ങൾ. അവരെ കൊണ്ടാണ് ഈ പണി മുഴുവൻ ജയിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ? അതിനെപ്പറ്റി നമുക്ക് വല്ല ബോധമുണ്ടോ? അതോ പത്രോസ് മാത്രം അനുഭവിച്ചാൽ മതിയോ? പത്രോസിന് അനുഭവം ഉണ്ടായി, നമുക്ക് വേണ്ടേ? പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന നാം ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, കർത്താവേ, ഇന്ന് ഞാൻ ഒരു പുതിയ കാര്യം, ഒരു പുതിയ ശക്തി എന്നിലേക്ക് വരട്ടെ. മഹനീയം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമുക്കിതെല്ലാം അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരണം. ദൈവദൂതഗണങ്ങളുടെ സംരക്ഷണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുക, അപ്പാ, നിന്റെ ദൂതഗണങ്ങളാൽ ഞങ്ങളുടെ മക്കളെ നീ കാവൽ ചെയ്യണം, ഞങ്ങളുടെ കുടുംബത്തെ നീ സംരക്ഷണം ചെയ്യണം, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് ഞങ്ങൾക്ക് മുമ്പായി നിന്റെ ദൂതഗണങ്ങൾ കടന്നു പോകട്ടെ എന്ന് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുമ്പായി അവൻ സൈന്യത്തെ അയക്കും. നമ്മളത് ഏറ്റെടുക്കണം. ദൈവത്തിന്റെ ദൂതഗണങ്ങൾ പഴയ നിയമത്തിൽ മാത്രമല്ല, യേശുവിന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവദൂതഗണങ്ങളുടെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു.
പത്രോസിന്റെ ജീവിതത്തിൽ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, അതെ, അതുപോലെ തന്നെ പൗലോസിന്റെ ഒക്കെ ജീവിതത്തിൽ ധാരാളം പൗലോസ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നമുക്ക് ദൈവം തന്നെ അവര് നമുക്ക് സേവാത്മാക്കളാണെന്ന് പറയും. ദൈവദൂതഗണങ്ങളെ പറ്റി പറയുന്ന അങ്ങനെ എബ്രായ ലേഖനം 12:22, എബ്രായർ 1:14 വാക്യം, എബ്രായർ 1:14. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ അങ്ങനെയാ പറയുന്നത്. ഇവർ ഈ ദൈവദൂതഗണങ്ങൾ തന്റെ മക്കൾക്ക് ആരാകുന്നവര് അടുത്തിരിക്കുന്ന ആൾ പറയാം സേവാത്മാക്കളാണ്. പക്ഷെ ചില സമയത്ത് അറിയാതെ യോഹന്നാൻ കാലേ വീണിട്ടുണ്ട്. അവരാരാധിക്കും. ഞങ്ങളുടെ അവിടെ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്, മാലാകപ്പള്ളിയില് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും ഇവര്. അങ്ങാടി പള്ളി അവിടെ അല്ലേ, അവിടെ മാലാകയുടെ പള്ളിയുണ്ട്. അവിടെ അവരെ മാലാകയെ പോയി മുത്തും, അതിനെ ആരാധിക്കും, അതിന് രൂപം കാട്ടും. അതിന്റെ പണിയല്ല. സ്വർഗത്തിൽ ചെന്നപ്പോഴത്തേക്ക് മാലാകയെ കണ്ടപ്പോൾ യോഹന്നാൻ നേരെ കാലയിലോട്ട് വീണു. അപ്പൊ പറയുന്നു, അയ്യോ കാലേ വീഴല്ലേ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഞങ്ങളൊക്കെ നിങ്ങൾക്ക് സേവാത്മാക്കളത്ര. ആരാണ് ദൂതന്മാർ? പറഞ്ഞ എല്ലാരും. പൗലോസ് എന്താ പറഞ്ഞത്? അവർ നമുക്ക് ആരാകുന്നു? രക്ഷ പ്രാപിക്കാനുള്ളവരുടെ സേവാത്മാക്കൾ. അപ്പൊ ദൈവത്തിന്റെ ദൂതഗണങ്ങൾ തന്റെ മക്കൾക്ക് ചുറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയണം, അപ്പാ എന്റെ മക്കൾ ഏത് അവസ്ഥയിലൂടെ കടവരെയൊക്കെ നീ അവിടെ തന്റെ ദൂതഗണങ്ങളാൽ കാവൽ ചെയ്യണം. ദൈവ സംരക്ഷണം, നമ്മൾ വിട്ടേച്ചു പോയ ഭവനം, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മേലെല്ലാം എപ്പോഴും ഉണ്ടായിരിക്കണം. ആമേൻ. അന്ന് യാക്കോബ് അനുഭവിച്ചതിനേക്കാൾ വലിയതായിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്? നമ്മൾക്ക് we are the mobile temple of God. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മൊബൈൽ ടെമ്പിൾ ആണോ അല്ലേ? ദൈവം വസിക്കുന്ന ഒരു മൊബൈലാണ് നമ്മൾ. അപ്പൊ നമുക്ക് എന്തുമാത്രം ദൂതഗണങ്ങളാ ഇവിടെ പറയുക. അനേകായിരം ദൂതഗണങ്ങളും കർത്താവിന്റെ സാന്നിധ്യവും നമ്മളോട് കൂടെ ഉണ്ടായ. നീ ബസ്സേ കയറുമ്പോ കേട്ടോ സുനി, ഉറങ്ങി പോകല്ലേ, ഏറ്റെടുത്താൽ നമുക്ക് ഒന്നുകൂടെ ജീവൻ വരും കേട്ടോ. നമ്മൾ എന്തിനാ ഈ വചനം പറയാന്നറിയോ? വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ ഇവിടെ വന്നില്ലേ, അപ്പൊ അവിടെ കേൾക്കുന്നു, വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാപ്തിയായി. എബ്രായ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് എന്താണെന്നറിയോ? അവർ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായാൽ അത് അവർക്ക് എന്തായത്? അവർക്ക് അനുഗ്രഹമായി തീർന്നില്ല. എബ്രായ ക്രിസ്ത്യാനികളാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്, പക്ഷെ വചനം അവർക്ക് അനുഗ്രഹമായില്ല. അവർ പിന്മാറ്റത്തിലേക്ക് പോയി. ഇവിടെ പറയുകയാണ്, കേട്ട വചനം ഇന്ന് കേൾക്കുന്നത് വിശ്വാസത്തോടെ. കർത്താവേ, ത്രിയേക ദൈവ സാന്നിധ്യം വസിക്കുന്ന ഒരു മൊബൈൽ ടെമ്പിൾ ആണല്ലോ ഞാൻ പോകുന്നിടത്ത് നിന്നെയും വഹിച്ചുകൊണ്ടാണല്ലോ ഞാൻ നടക്കുന്നത്. നിന്നെ മാത്രമല്ലല്ലോ, അനേകായിരം ദൂതഗണങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുക. എല്ലാവരും രണ്ട് കൈയടിച്ച് പാടി അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി. അതിനുവേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, അയ്യോ ഞാൻ പാവമാണ് വീട്ടിലിരുന്നു, അയ്യോ ഞാനൊരു ചെറിയൊരു കുടിലാണ് വീട്ടിലിരുന്നു. കർത്താവിന് അങ്ങനെ പാവത്തെ ഒന്നും വേണ്ട. കർത്താവിന് വേണ്ടത് ആത്മവീര്യമുള്ളവരെ, ആത്മവീര്യമുള്ള മക്കളെ എഴുന്നേറ്റ് വരാൻ. നമ്മളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പഴയ നിയമം ഞാൻ ആദ്യം വന്നപ്പോ പറഞ്ഞു, എബ്രാഹിമിന് ലഭിക്കാത്തത്, മോശയ്ക്ക് ലഭിക്കാത്തത്, ദാവീദിന് ലഭിക്കാത്തത്, അവസാനം മലാക്കിക്ക് ലഭിക്കാത്തത് ലഭിച്ച മക്കളായി ഇവിടെ ഇരിക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരിലും വസിക്കുന്നത് ഈ ദൈവമാണ്. ഞാൻ പാവമാണ്, എനിക്കൊന്നുമില്ലേ, ഞാനിതാ തളർന്നിരിക്കുകയാണ് എന്ന് പറയാനല്ല. നമ്മളിൽ വസിക്കുന്നവൻ പറഞ്ഞില്ലേ, ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ പറയാം, ഒരിക്കലേ സമയം തീരാൻ പോവാണല്ലോ. ഗേഹസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഗേഹസി ഉണ്ട്. ഗേഹസി ആരുടെ ശിഷ്യനായിരുന്നു? എലീശായുടെ. അരാമ്യർക്ക് രഹസ്യം പറഞ്ഞു കൊടുക്കുക. ഇസ്രായേൽ രാജാവ് എപ്പോഴും ജയിക്കുക, രഹസ്യം പറഞ്ഞു കൊടുക്കുക. ആരാ? എലീശ. ഇവരൊരു മരുഭൂമിയിൽ ചെറിയ കുടിലിൽ താമസിക്കുന്ന സമയം വലിയൊരു ജനം ഇങ്ങ് വന്നു. അവർക്ക് പിടികിട്ടി എലീശായെ പിടിക്കാമെങ്കിൽ ഇസ്രായേലിനെ തോപ്പിക്കാം. നോക്കിയപ്പോ മരുഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുക. അവനുകൊണ്ട് അവന്റെ ദാസനായ ഗേഹസി ഉണ്ട്. ഗേഹസി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ഒരൊറ്റ ഞെട്ടല. യജമാനനെ എന്താ ഒന്ന് നോക്കിക്കേ, ഭയങ്കര പട്ടാളം.
അരാമ്യ പടം നമ്മെ ചുറ്റിയിരിക്കുന്നു. ഏലീശായിക്ക് ഒരനുഭവമില്ല. അടുത്തിരിക്കുന്ന ആൾ പറയും ഏലീശായിക്ക് ഒരനുഭവം. നമ്മളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മളാണെങ്കിൽ പറ, എൻ്റെ വിഷയം പറ, ഇപ്പോഴത്തെ വിഷയമാണ്. എൻ്റെ വിഷയം എപ്പോഴും ഏതോ ഇപ്പോഴത്തെ വിഷയം. അന്ന് ദൈവം നടത്തിയതിനെ പറ്റി വല്ല ഓർക്കുമോ? എടാ, അന്ന് ദൈവം നിന്നെ നടത്തിയെങ്കിൽ ആ ദൈവം ഇന്നും നടത്തും. അന്ന് നിന്നെ പ്രതികൂലത്തിലൂടെ കടത്തിവിട്ടെങ്കിൽ ആ ദൈവം ഇന്ന് എത്ര വലിയ പ്രതികൂലമായാലും അതിന്റെ മേലത്തെ പ്രതികൂലം അതിന്റെ മേൽ നടത്തുവാൻ ദൈവം നിനക്ക് ശക്തി തരും. നമ്മളെല്ലാവരും എപ്പോഴും കർത്താവ് പറഞ്ഞില്ല, അതത് ദിവസത്തെ ദോഷം അന്ന് മതി. നമുക്കെപ്പോഴാ ഓരോ ദിവസവും കാണുന്ന പ്രയാസവും നാളത്തെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കർത്താവ് പറയുക, നാളത്തെ ഓർത്ത് നീ എന്ത് ചെയ്യണ്ട, വേദനിക്കണ്ട. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ. എന്തു തിന്നും, എന്തു കുടിക്കും, എവിടെ പാർക്കും എന്നോർത്ത് നീ വിഷമിക്കണ്ട. ഇവയൊക്കെ ജാതികൾ എത്രയാണ് അന്വേഷിക്കുന്നത്. ഇവയെല്ലാം നിനക്ക് ആവശ്യമെന്ന് സ്വർഗീയ പിതാവ് അറിയും. ഇപ്പോഴത്തെ നിന്റെ വിഷയം, എന്റെ കുഞ്ഞിന് പനിയ, അയ്യോ പനിയ. എന്റെ കുഞ്ഞിന് ടൈഫോയിഡ്, അയ്യോ ടൈഫോയിഡായി. എടാ കൊച്ചനെ, നിന്റെ കുഞ്ഞിനെയല്ലേ കഴിഞ്ഞ ദിവസം ക്യാൻസറിൽ നിന്ന് ദൈവം രക്ഷിച്ചു. അധികം മറന്നുപോയി. അത് മറന്നുപോയി. ഇപ്പോഴത്തെ ചെറിയ പനിയാ ഇപ്പൊ എന്റെ വിഷയം. നമുക്കെല്ലാം വിഷയം എപ്പോഴും ഏതാ? അതത് സമയത്ത് ചെറിയ വിഷയമാണ്. എന്നാൽ കർത്താവ് അതിനേക്കാൾ വലുത് ചെയ്ത് എന്താ പറയുക? ഭൂതം ഇവിടെ പറഞ്ഞല്ലോ, ഭൂതം പുറത്തു പോയതല്ല, രോഗി സൗഖ്യമായതല്ല. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ, ഭൂതം പുറത്തു പോയതല്ല, രോഗി സൗഖ്യമായതല്ല. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയതോർത്ത് നീ സന്തോഷിക്കും. മനസ്സിലായ ഒരു കര ഉയർത്തി ദൈവത്തിന് മഹത്വപ്പെട്ടെ. ഇവിടെ ഭൂതം പുറത്തു പോയതോ, രോഗി സൗഖ്യമായതോ, നിനക്കൊരു ജോലി കിട്ടിയതോ, നിന്റെ കടബാധ്യത മാറിയതോ അല്ല വലിയ കാര്യം. നീ ഒരു വീട് വെച്ചതല്ല വലിയ സാക്ഷ്യം. വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും പേര് സ്വർഗത്തിൽ ദൈവം എഴുതി. അത് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുത്താൽ പിന്നെ കംപ്ലൈന്റ് ഒന്നും കാണത്തില്ല. കാരണം അതിന്റെ മഹത്വം മനസ്സിലാകണം. അതിനായി ഈ പുസ്തകം കൊടുക്കാൻ പറഞ്ഞു. ഈ പുസ്തകം കൊടുത്ത് രക്ഷിക്കപ്പെടാൻ പറഞ്ഞതാ. കാരണം അതൊന്നും ലഭിച്ചു കഴിഞ്ഞാൽ, ഈ ടോമിച്ചൻ ഇവിടെ ഇരുന്ന കാലത്ത് ഞാൻ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. വല്ലതും കാണിച്ചത് ടോമിച്ച? ഞാനിവിടെ ഒരു അത്ഭുതം കാണിച്ചിട്ട് ഭൂതങ്ങളെ കുറെ പുറത്താക്കിയിട്ടുണ്ട്. ഉണ്ട്. അത് ഇന്നലെ മിനിഞ്ഞാന്ന് ചോദിക്കായിരുന്നു, റാണി ചോദിക്കായിരുന്നു, ആകെ കൂടെ അച്ചായൻ ഇത് മാത്രമേ അറിയുള്ളൂ ഭൂതത്തെ പുറത്താക്കാൻ. ഞാൻ പറഞ്ഞു, നിന്നെ പോലെയുള്ള ആൾക്കാരല്ലേ താമസിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ശുശ്രൂഷ ദൈവം തന്നിരിക്കുക അല്ലേ. അപ്പൊ ഈ ഭൂതത്തെ പുറത്താക്കുക എന്നുള്ളൊരു പണി നമുക്കുണ്ട്. അത് ഒത്തിരി ഭൂതത്തെ പുറത്താക്കിയിട്ടുമുണ്ട്. കൈകാലിട്ട് നാക്ക് തള്ളുന്നതും കണ്ണ് തള്ളുന്നതും പറഞ്ഞാൽ ഉടനെ പോകാറുണ്ട്. ബാക്കി പരിപാടികളൊന്നും അധികം ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാൽ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പ്രൈസലോ ഓർത്തോണേ, ഭൂതം പുറത്തു പോയതല്ല, രോഗി സൗഖ്യമായതല്ല. യേശു പറഞ്ഞതാ, നിന്റെ പേര് എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയതോർത്ത് സന്തോഷിപ്പിൻ. കൃപയാണല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത്. അതിനൊരു പ്രവൃത്തിയും കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനം അനുഭവിച്ച ദൈവത്തിന്റെ പൈതലെ, ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് നാം കടന്നു പോകുന്നിടത്ത് എബ്രാഹിമിന് കൊടുത്ത 7 അനുഗ്രഹങ്ങൾ അത് നമുക്കുള്ളതാണ്. ഇവിടെ പറഞ്ഞെന്താണ്? ഇവൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞല്ലേ, പേടിയാ. ദൈവം പ്രത്യക്ഷപ്പെട്ടവൻ ഇപ്പോഴും പേടി. ആരെ കണ്ടപ്പോ? ഞാൻ ചേട്ടൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ പേടിയാ. കണ്ടോ, ഞാൻ പറഞ്ഞേ, നേരത്തെ അത്ഭുതങ്ങളൊക്കെ കാണിച്ചത് ദൈവമാണ്. ലാബാന്റെ വീട്ടിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടത്, അപ്പന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. പക്ഷേ ഇത്